പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിമഹത്വമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കീഴിൽ നിങ്ങൾ സമാധാനത്തോടായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായത്തിൽ നിന്നും ക്വിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സുമായിട്ടാണ്. ബുക്ക് ഓഫ് ആക്ട് 3rd ചാപ്റ്റർ, ക്വിസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വഴി നടത്തുന്നത്. ഇവിടെ കൊടുക്കുന്ന ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നന്നായിട്ട് ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. ഈ വചനം അത് കഴിഞ്ഞ് നിങ്ങൾ വായിക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ കർത്താവിൻ്റെ സാക്ഷികളാകുവാനായിട്ട് ഒരു നല്ല തീരുമാനമെടുക്കുക. അന്ത്യകാലത്താണ് നാം ഇരിക്കുന്നത്. നശിച്ചു പോകാതിരിക്കുന്നതിന് പുത്രനായ കർത്താവ് യേശുവിൻ്റെ പാദത്തെ ചുംബിക്കുക വചനത്തിലൂടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. 1-ാമത്തെ ക്വസ്റ്റ്യൻ: പത്രോസും യോഹന്നാനും എത്രാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കാണ് ദേവാലയത്തിലേക്ക് ചെന്നത്? ആൻസർ: 9-ാം മണി നേരത്തെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിച്ചവൻ എങ്ങനെയുള്ളവൻ ആയിരുന്നു? ആൻസർ: അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായവൻ. തേർഡ് ക്വസ്റ്റ്യൻ: ഏത് ദേവാലയ ഗോപുരത്തെങ്കിലാണ് ഈ മുടന്തനായ മനുഷ്യൻ ദിനം പ്രതി ഭിക്ഷ യാചിപ്പാനായിട്ട് കൊണ്ടുവന്ന് ഇരുത്തിയിരുന്നത്? ആൻസർ: സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ. ഫോർത്ത് ക്വസ്റ്റ്യൻ: ദേവാലയത്തിങ്കലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവരോട് ഭിക്ഷ ചോദിച്ചത് ആരോട്? ആൻസർ: ജന്മന മുടന്തനായ ഭിക്ഷക്കാരൻ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിച്ചു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: അവനെ ഉറ്റുനോക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കുക എന്ന് ആരോടാണ് പറഞ്ഞത്? ആൻസർ: പത്രോസും യോഹന്നാനും മുടന്തനായ ഭിക്ഷക്കാരനോട്. സിക്സ്ത് ക്വസ്റ്റ്യൻ: പത്രോസ് മുടന്തനായ ഭിക്ഷക്കാരനോട് പറഞ്ഞത് എന്ത്? ആൻസർ: വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന്. സെവൻത് ക്വസ്റ്റ്യൻ: ആരുടെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാനാണ് പത്രോസ് ഭിക്ഷക്കാരനായ മുടന്തനോട് പറഞ്ഞത്? ആൻസർ: നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. എയ്ത്ത് ക്വസ്റ്റ്യൻ: പത്രോസ് അവൻ്റെ വലങ്കൈ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ആൻസർ: ക്ഷണത്തിൽ മുടന്തനായ ഭിക്ഷക്കാരൻ്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. നയൻത് ക്വസ്റ്റ്യൻ: സൗഖ്യമായ മുടന്തൻ പിന്നീട് എന്താണ് ചെയ്തത്? ആൻസർ: അവൻ ചാടി എഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തി. 10th ക്വസ്റ്റ്യൻ: സൗഖ്യം പ്രാപിച്ച മുടന്തനായവൻ എവിടേക്കാണ് പ്രവേശിച്ചത്? ആരുടെ കൂടെ പ്രവേശിച്ചു? ആൻസർ: ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ആരുടെ കൂടെയാണ് പ്രവേശിച്ചത് എന്ന് ചോദിച്ചാൽ പത്രോസും യോഹന്നാൻ്റെയും കൂടെ. 11th ക്വസ്റ്റ്യൻ: അവിടെ ജനമൊക്കെയും കണ്ടത് എന്ത്? ആൻസർ: ജന്മന മുടന്തനായ ഭിക്ഷക്കാരൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. 12th ക്വസ്റ്റ്യൻ: മുടന്തൻ്റെ
ആൻസർ: അവർ വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. 13th ക്വസ്റ്റ്യൻ: ജനമെല്ലാം വിസ്മയം പൂണ്ട് ആരുടെ അടുക്കലേക്കാണ് ഓടിക്കൂടിയത്? ആൻസർ: പത്രോസിനോടും യോഹന്നാനോടും കൂടെ ചേർന്ന് നിൽക്കുന്ന സൗഖ്യമായ മുടന്തനായ ഭിക്ഷക്കാരനെ കണ്ട് ഓടിക്കൂടി വന്നു. 14th ക്വസ്റ്റ്യൻ: ജനമെല്ലാം ഓടിക്കൂടി വന്ന മണ്ഡപത്തിൻ്റെ പേരെന്ത്? ആൻസർ: ശാലോമോൻ്റെ എന്ന് പേരുള്ള മണ്ഡപം. 15th ക്വസ്റ്റ്യൻ: കൂടി വന്ന ജനക്കൂട്ടത്തെ കണ്ടിട്ട് പത്രോസ് അവനോട് പറഞ്ഞത് എന്ത്? ആൻസർ: ഇസ്രായേൽ പുരുഷന്മാരെ, ഇതിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല ഈ മുടന്തനെ നടക്കുവാൻ പ്രാപ്തനാക്കിയത് എന്ന്. 16th ക്വസ്റ്റ്യൻ: പത്രോസ് ഇവിടെ പറയുന്ന നമ്മുടെ പിതാക്കന്മാർ എന്നത് ആരെയാണ്? ആൻസർ: അബ്രഹാം, ഇസാക്ക്, യാക്കോബിനെ. 17th ക്വസ്റ്റ്യൻ: പിതാക്കന്മാരുടെ ദൈവം ആരെ മഹത്വപ്പെടുത്തുവാനായിട്ടാണ് ഈ അത്ഭുത പ്രവൃത്തി ചെയ്തത്? ആൻസർ: തൻ്റെ ദാസനായ യേശുക്രിസ്തുവിനെ. 18th ക്വസ്റ്റ്യൻ: ആരുടെ മുമ്പിൽ വെച്ചാണ് ഇസ്രായേൽ പുരുഷന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞത്? ആൻസർ: പിലാത്തോസിൻ്റെ. 19th ക്വസ്റ്റ്യൻ: ഇസ്രായേൽ പുരുഷന്മാർ തള്ളിപ്പറഞ്ഞ യേശു ആരായിട്ടാണ് പത്രോസ് ഇവിടെ പരാമർശിക്കുന്നത്? ആൻസർ: പരിശുദ്ധനും നീതിമാനുമായവൻ. 20th ക്വസ്റ്റ്യൻ: യേശുവിന് പകരം ആരെ വിട്ടുതരണമെന്നാണ് ഇസ്രായേൽ പുരുഷന്മാർ പിലാത്തോസിനോട് ആവശ്യപ്പെട്ടത്? ആൻസർ: കൊലപാതകനായ ബറാബാസിനെ. 21 ക്വസ്റ്റ്യൻ നമ്പർ 21: ഇസ്രായേൽ പുരുഷന്മാർ കൊന്നുകളഞ്ഞവനെ ആരായിട്ടാണ് പത്രോസ് ഇവിടെ സാക്ഷീകരിക്കുന്നത്? ആൻസർ: ജീവൻ്റെ നാഥനായിട്ട്. 22nd ക്വസ്റ്റ്യൻ: മരിച്ചവരിൽ നിന്ന് യേശുവിനെ എഴുന്നേൽപ്പിച്ചത് ആര്? ആൻസർ: ദൈവം. 23rd ക്വസ്റ്റ്യൻ: ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാക്ഷികൾ ആര്? ആൻസർ: അപ്പോസ്തലന്മാർ. 24th ക്വസ്റ്റ്യൻ: മുടന്തനായ ഭിക്ഷക്കാരൻ സൗഖ്യം പ്രാപിപ്പാൻ കാരണമായി തീർന്നത് എന്ത് എന്നാണ് പത്രോസ് പറയുന്നത്? ആൻസർ: നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം ഹേതുവായി. 25th ക്വസ്റ്റ്യൻ: ആരെ പോലെയാണ് ഇസ്രായേൽ പുരുഷന്മാർ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളും പ്രവർത്തിച്ചു എന്ന് അറിയുന്നു എന്ന് പറഞ്ഞത്? ആൻസർ: പ്രമാണികളെ പോലെ. 26th ക്വസ്റ്റ്യൻ: എന്താണിവിടെ സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് നിവൃത്തിയായി എന്ന് പറയുന്നത്? ആൻസർ: ദൈവമോ തൻ്റെ ക്രിസ്തു കഷ്ടത അനുഭവിക്കുമെന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 27th: പാപങ്ങൾ മായ്ക്കപ്പെടേണ്ടതിന് എന്തു ചെയ്യണമെന്നാണ് പത്രോസ് ഇസ്രായേൽ കൂട്ടത്തോട് പറയുന്നത്? ആൻസർ: മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവിനെന്ന്. 28th ക്വസ്റ്റ്യൻ: മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ എന്ത് കാലങ്ങൾ വരുമെന്നും ആരുടെ സന്നിധിയിൽ നിന്നുമാണ് ഇത് ലഭിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്? മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ എന്ത് കാലം വരും? ആശ്വാസത്തിൻ്റെ കാലങ്ങൾ. ആരുടെ സന്നിധിയിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്? കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്. 29th ക്വസ്റ്റ്യൻ: ഇസ്രായേൽ ജനങ്ങൾക്കായി മുൻകൂട്ടി
നിയോഗിക്കപ്പെട്ടിരിക്കുന്നവൻ ആരെന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്? ആൻസർ, ക്രിസ്തുവായ യേശുവിനെ. 30th ക്വസ്റ്റ്യൻ, ക്രിസ്തുവായ യേശുവിനെ ആര് അയക്കും, ആർക്കായി അയക്കുമെന്നാണ് പത്രോസ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ആൻസർ, ദൈവം അയക്കും, ഇസ്രയേൽ ജനത്തിനായിട്ട് അയക്കുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 31st, ദൈവമായ യഹോവ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് പറഞ്ഞത് ആര്? ആൻസർ, മോശ. 32, അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണമെന്ന് പറയുന്നത് ആരെ പറ്റിയാണ്? ആൻസർ, യേശു ക്രിസ്തുവിനെ പറ്റി. 33, ആ പ്രവാചകൻ്റെ വാക്കുകൾ കേൾക്കാത്തവന് എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്? ആൻസർ, ആ പ്രവാചകൻ്റെ വാക്കു കേൾക്കാത്തവൻ ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്നാണ് പറയുന്നത്. 34th, ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ച പ്രവാചകൻ ആര് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്? ആൻസർ, ശമൂവേൽ പ്രവാചകൻ. 35, ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അയച്ചവനായവൻ ആര് എന്നാണ് ഇവിടെ പറയുന്നത്? ആൻസർ, യേശു ക്രിസ്തു. മൊത്തം 35 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. 26 വാക്യങ്ങൾ അടങ്ങിയ 3-ാമത്തെ അധ്യായത്തിൽ എല്ലാം പൂർണ്ണമായിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ഇവിടെ ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ദയവായി കേൾക്കുക, പ്രിപ്പയർ ചെയ്തുകൊള്ളുക, നിങ്ങളെ തന്നെ ഉറപ്പിക്കുക. ദൈവം വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും. വചനം അയച്ച് ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരും, വിടുതൽ തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ ഇത് കേൾപ്പിച്ചു കൊടുക്കുക. അവരനുഗ്രഹിക്കപ്പെടട്ടെ. നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നിന്നും നിങ്ങളുടെ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും തലമുറകളെയും ഒക്കെ അനുഗ്രഹിക്കുന്നതിനും വിടുതലാക്കുന്നതിനും ഒരു പടുകുഴിയിലും പോയി വീഴാതെ നശിക്കാതിരിക്കുന്നതിന് ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളെ കുടുംബത്തെ ഉറപ്പിച്ചു കൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെടുവാൻ കർത്താവ് യേശുവിൻ്റെ നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. ഗോഡ് ബ്ലസ് യു.